വട്ടോടെ വന്നിട്ട് ഫോർ വീലല്ലേ കാട്ടുപോത്തുണ്ടാവേ ഫോൺ റെഡിയാക്കി പപ്പുവിന്റെ ക്യാമറ തടാകം നാഷണൽ പാർക്കാ കാട്ടുപോത്ത് എടുക്കുക കണ്ടു വെച്ചു അതാണ് കാട്ടുപോത്ത് കണ്ടോ ദാറ്റ് ഈസ് കാട്ടുപോത്ത് നോട്ട് കാട്ടുപോത്ത് ദാറ്റ് ഈസ് ഇന്ത്യൻ ബേസ് കാട്ടുപോത്ത് വേറെ ഇവിടെ നിർത്താൻ സൂമിങ് ഒന്നുമില്ലല്ലോ പോയി വാ വണ്ടി കണ്ടേ നഞ്ചു താഴോട്ട് നോക്കിയാൽ ചിലപ്പോ കൂട്ടലുണ്ടാവും അവരുടെ കൂട്ടലുണ്ടാവും also use the seat belt. കണ്ടാ മാൻ അത് സുബ്രുവാണ് കോട കണ്ടാ മാൻ ഇതേ ഒരു റോഡ് പോണോ കാടിന് ആണ് ദേ വഴി ഇവിടെ പോകാൻ കേട്ടോ ഇവിടെ പക്ഷെ ഒതുക്കാൻ സാധ്യല്ല വണ്ടി ഇവിടെ ഒന്നും നിർത്താൻ പാടില്ല 5 കിലോമീറ്റർ അല്ലേ പറഞ്ഞു ഇവിടെ ഒന്നും വണ്ടി നിർത്താൻ പാടില്ല കേസ് നമ്മള് ടോപ്പ് സ്റ്റേഷനിൽ നിന്ന് വട്ടവടക്ക് കയറിയേക്കണാണ് അപ്പൊ ആദ്യത്തെ ഒരു 5 കിലോമീറ്റർ എന്ന് പറയുന്നത് ഫോറസ്റ്റ് ഏരിയയാണ് ഇവിടെ ഒന്നും വണ്ടി നിർത്താനോ പ്ലാസ്റ്റിക്കുകൾ എവിടെ ഇടാൻ പാടില്ല പക്ഷെ
പ്രത്യേകിച്ച് ചെയ്യരുത് കേട്ടോ. മൃഗങ്ങൾ സ്വൈര്യവിഹാരം നടത്തുന്ന ഏരിയകളാണ്. ആ സാധനമൊക്കെ വന്നിട്ട് മേത്തേക്ക് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നോക്കണ്ടല്ലേ, ഭിത്തി കൊണ്ട് അങ്ങോട്ട് വെച്ചാ മതി. എന്റെ ഫ്രെയിമൊന്നും ചെയ്യണ്ട. അല്ല ഫ്രെയിം മാത്രം ചെയ്യാൻ മതി, ഫോട്ടോ പോലും എടുക്കണ്ട. മസിലുണ്ടോ പോയി പുല്ല് തിന്നായിരുന്നു. അവിടെ കണ്ട ആന എടുക്കും പുല്ല് കൊടയും കണ്ണ് കാലിനടിയിലോട്ട് വെക്കും നമുക്കും, എന്നിട്ടൊന്ന് കൊടയും എന്നിട്ട് വായിലേക്ക് വെച്ചു. ഇളം പുല്ല് ഇളം പുല്ല് തളിരു തിന്നുന്ന ആന. യൂക്കാലിക്കാല് കാടുകൾക്കു നടുവിലൂടെ ജീവികളുടെ കളകൂജനങ്ങൾക്കു നടുവിലൂടെ കാട്, കറുത്ത കാട്, മനുഷ്യനാദ്യം പിറന്ന വീട്, കൊടും കാട്ടിൽ ചിറകു വീശി പറന്ന മാനിരുന്ന കൂട്, എന്നും പ്രഭാതമെന്നോടുകൂടെ ഇതുവഴിയേ ഇന്നും പ്രസാദമെന്നോട് കൂടെ ഇതിലെനിക്കും സന്ധ്യയിട വരുമോ. കാട്ടിൽ കൊടും കാട്ടിൽ മുൾപടർപ്പിൽ അസിസ്റ്റന്റ് വൈൽഡ് ലൈഫ് വാർഡന്റെ കാര്യാലയം. ഇല്ല ഫോണ് ആ അതാണ് വണ്ടി പോലെന്ന് അമ്മമാര് പണിയല്ലേ റോഡ് പണിത് കഴിഞ്ഞാൽ പിന്നെ ഈ ജീപ്പ് സഫാരി ഒന്നും നടക്കാത്ത ആൾക്കാരെല്ലാവരും സ്വന്തം വണ്ടിയും കൊണ്ടുപോകും. അതുകൊണ്ട് ഈ റോഡൊക്കെ മൊത്തം പൊളിഞ്ഞ് കിടക്കണതാണ്. മെയിനായിട്ട് ഈ യൂക്കാലിയൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മറ്റേ ജീപ്പുകളിൽ കയറിപ്പോണ ട്രാക്കുകളുണ്ട്. വട്ടവിടക്ക് പോകുമ്പോൾ നമ്മൾ എന്തായാലും അങ്ങനെ കൂടി പോകുമ്പോൾ സീനാണ്. പിന്നെ പരിചയമില്ലാത്ത ഡ്രൈവർമാർക്ക് പറ്റണ ഒരു കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് അതേപോലുള്ള റോഡ് പൊളിഞ്ഞു കിടക്കണ റോട്ടിൽ നേരെ ഉള്ള സ്ഥലം നല്ല ക്ലീൻ ആയിട്ട് ഉണ്ടാറുള്ള ഭാവമായിട്ട് കിടക്കും. അങ്ങനെ ഓടിച്ച് കയറ്റാൻ നോക്കും. അങ്ങനെ ഓടിച്ച് കയറ്റിയാൽ വണ്ടി നേരെ പുറകോട്ട് ഇറങ്ങി പോരുള്ളൂ, കയറൂല അത്രയും ലോഡും പുറത്തുനിന്ന്. നേരത് സിക്സ് ആക്കായിട്ട് നോക്കിയാൽ കാണാം മറ്റേ പൊളിഞ്ഞു കിടക്കണ റോഡ്. കാരണം അങ്ങനെ കൂടിയായിരിക്കും റോഡ് സിക്സ് ആക്കിലെടുത്ത് കയറ്റണം. അപ്പം അങ്ങനെ കൂടി വേണം, അങ്ങനെ സിക്സ് ആക്കിൽ വേണം ഓടിച്ച് കയറ്റാൻ. നേരെ ഓടിച്ച് കയറ്റി കഴിഞ്ഞാൽ തീട്ടി താഴത്തോട്ട് പോവുകയും ചെയ്യും. പുറകെ എൻ്റെ ഒക്കെ ചില്ലും കോൺവേ പോലെ കയറുകയും ചെയ്യരുത്. മനസ്സിലായോ? കോൺവേ പോലെ കയറി കഴിഞ്ഞാൽ ഫ്രണ്ടിൽ പോണ വണ്ടിയുടെ ടയറിൽ നിന്ന് നല്ല കല്ല് വന്നിട്ടായിരിക്കും നമ്മുടെ വണ്ടിയുടെ ചില്ലിൽ വന്ന് കയറണത്. ഗ്യാപ്പിട്ട് അതൊക്കെ കയറാവുള്ളൂ. സിപ്ലൈ വട്ടവട ബസ്സിങ് നമ്മള് മറ്റേ കൂടുതലും മറ്റേ എന്താണ് അത് ഇത്തിരി വലിയ സിപ്ലൈൻ അതിരപ്പള്ളിയാണ്. ഇവിടെ എത്തിയല്ലേ?
ഇവിടെ ഉള്ള കാട്ടുചെടികളൊക്കെ വേറെ സ്ഥലങ്ങളിലൊക്കെ ചെടികളായിട്ട് വളർത്തും. നമ്മള് എല്ലാ നാട്ടിലും ഇപ്പൊ മറ്റേ എന്താണ് മറ്റേ ക്ലോ എന്താണ് ക്യാറ്റ്സ് ക്ലോ, ആ സാധനം ശരിക്കും മറ്റേ ഓസ്ട്രേലിയയിലൊക്കെ അവര് പൈസ കൊടുത്ത് ഇത് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ മരങ്ങളും കാടുകളും നശിപ്പിക്കണതാണ്. ആ സാധനം നമ്മൾ കാശ് കൊടുത്ത് മേടിച്ച് വീട്ടിൽ നടന്നു. എന്ത് ഭംഗിയില്ല ആ നീല കളറിലെ പൂവൊക്കെ നിൽക്കണ കാണാൻ തന്നെ. കുതിര, കാട്ടുകുതിര, 2 കുതിര, ബ്രൗൺ കുതിര. പിന്നെ ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ റേഞ്ച് ഉള്ളത് മറ്റേ മറ്റേ BSNL റേഞ്ച് ഉള്ളത് എല്ലപ്പെട്ടിയിൽ മാത്രമേ BSNL റേഞ്ച് ഉള്ളൂ. പിന്നെ റേഞ്ച് നമുക്ക് കിട്ടണതെന്ന് പറഞ്ഞാൽ വട്ടവട ഈ സ്പോട്ടൊക്കെ എത്തുമ്പോഴത്തേക്കും റേഞ്ച് ആയി. എല്ലപ്പെട്ടിയിൽ എത്തുമ്പോൾ BSNL റേഞ്ച് ഉണ്ടാവും. വട്ടവട ചെന്ന് കഴിഞ്ഞാൽ എല്ലാത്തിനും റേഞ്ച് ഉണ്ട് കേട്ടോ. ജിയോ ഒക്കെ ഉണ്ട്, എല്ലാത്തിനും ഉണ്ട് വട്ടവട. അങ്ങോട്ട് വണ്ടി പോകില്ല. ഇല്ല പോണില്ല, കറങ്ങി പോവില്ലെന്ന് വണ്ടി പോണാ. കോവിലൂരെത്തി. വഴി തെറ്റിയല്ലാടി, അത് നമ്മള് പോണ വഴി ഇല്ല ഏട്ടാ, ഇവിടം വരെ ഉള്ളു. നമുക്ക് നമ്മുടെ വഴി തെറ്റിപ്പോയി. ഇല്ല ഞങ്ങളെ തിരിച്ചു പോണേ. ജീപ്പല്ല അല്ലേ? ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഇറങ്ങിയതാണ് ബജറ്റിൽ. ഓക്കെ, താങ്ക്സ് കേട്ടോ. താഴത്തോട്ടല്ല പഴത്തോട്ടോ. അതെ, ആ വണ്ടി കയറി വന്ന വഴിയുണ്ട്. അങ്ങോട്ടാണ് മറ്റേത്.
നിക്കണതാണ് പിന്നെ ചോള. കോണില്ലേ, കോണിന്റെ ചെടിയാണ് ഈ കാണുന്നത്. ചവിട്ടിയ ബ്രേക്ക് കിട്ടിയത്. സ്ട്രോബെറി ഫാം ഇതാണോ? അല്ല, സ്ട്രോബെറി ഫാമാണ്. സ്വിഫ്റ്റ് കിടക്ക് നോക്കി. സ്വിഫ്റ്റ് എന്താ ഇതാണ് ഫാം തോന്നുന്നു അല്ലേ, സ്ട്രോബെറിയുടെ? അതും ഒരു ഫാമാണ്. ആ സ്ട്രോബെറി ഫാം ഒന്ന് നോക്കിയാലോ. സ്ട്രോബെറി ഫാം അതാണോ? ആയിരിക്കും. ചേട്ടാ ചേട്ടാ, ഈ സ്ട്രോബെറി ഫാം ഒക്കെ ഇത് കേറാൻ പറ്റുമോ ഇപ്പൊ? ആണല്ലേ? ഏത് ഈ കാണുന്നത്? ആണോ? പഴത്തോട്ടം നീ ഗൂഗിൾ മാപ്പ്. ഇതാണ് സ്ട്രോബെറി ഫാം. കേറണോ? ഫ്രീ വിസിറ്റ് മേടിക്കേണ്ടി വരും. എവിടെ? ഒന്ന് അത് ഒന്ന് ഇത് രണ്ടും ഉണ്ട്. ക്യാരറ്റ്, ഹണി. ഫ്രീ വിസിറ്റ്. അതാണ് എൻട്രൻസ്. പാർക്കിംഗ് അകത്തേക്ക് പാർക്ക് ചെയ്യാം. ജീപ്പിന്റെ പുറകിലേക്ക് കിട്ടാം. മറ്റേ ഇത് കണ്ട ബീൻസ് ഒക്കെ നട്ടേക്കണുണ്ട. വണ്ടി നോക്കണേ. മുരിക്കുമുള്ളാണ് നിൽക്കണം. മുരിക്കുമുള്ളു വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് കയറിയാൽ മതി. കണ്ട സ്ട്രോബെറി ഉണ്ടായി കിടക്കണണ്ട. അത് മറ്റേ ചെടിയിലൊക്കെ ഇടുന്ന ടൈപ്പ്, മറ്റേ കറിയിലൊക്കെ ഇടുന്ന സാധനമാണെന്ന് തോന്നുന്നു. സീനിയല്ലേ പപ്പു ഇത്? അല്ലേ സീനിയല്ലേ ഇത്? സ്ട്രോബെറി നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്ട്രോബെറി ചെടികൾ കണ്ടു. ഇവിടെ വട്ടവടയിൽ മെയിൻ കൃഷി എന്നൊക്കെ പറഞ്ഞാൽ ഇതേപോലുള്ള സാധനങ്ങളൊക്കെയാണ്. സ്ട്രോബെറി, വെളുത്തുള്ളി, പിന്നെ മറ്റേ കടല അല്ലേ, മറ്റേ ഇത് ക്യാരറ്റ്, പിന്നെ മറ്റേ ഇതുണ്ടല്ലോ വെളുത്തുള്ളി, ഇങ്ങനത്തെ സാധനങ്ങളാണ്. അത് കാട്ടുവാഴയാണ്. അത് നിൽക്കണം. ആ കാട്ടുവാഴ കണ്ടോ? അത് തന്നെയാണോന്നറിയാൻ പാടില്ല. നല്ല ഹൈറ്റിൽ പോവും. കുഞ്ഞു കുഞ്ഞു പഴമായിരിക്കും അതിലുണ്ടാകണത്. എന്നിട്ട് നിറച്ച് കുരുവായിരിക്കും അതിൻ്റെ അകത്ത്. കാട്ടുപഴം നല്ല ടേസ്റ്റാന്ന് പറഞ്ഞു. പക്ഷെ ഇതുവരെ കഴിക്കാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല. പോവാം. ഇതൊക്കെ റെന്റിന് കൊടുക്കണ കോട്ടേജുകളാണ് പണി നടന്നോണ്ടിരിക്കണേ. ഇപ്പൊ താഴെ പോയേനെ. അതാണ് സൂര്യകാന്തി. കണ്ടോ സൂര്യകാന്തി. ഞങ്ങൾക്കുള്ള സ്ട്രോബെറി. ഇത് എത്ര ദിവസം വരെ ആയുസ് ഉണ്ടാവും ചേട്ടാ ഇതിന്? 3 മാസം കഴിയുമ്പോ ഏതാ സ്ഥലം എന്ന് പറഞ്ഞ? എല്ലൈപ്പെട്ടി. ഇവിടെ ആണ് BSNL റേഞ്ച് ഉണ്ടെന്ന് പറഞ്ഞത്. അതിമനോഹരമായ കാഴ്ച. തേയിലകളാണ് ഉണ്ട്. ആൾക്കാർ തേയിലകളാണ്.
മറ്റേ ഈ പുള്ളി പറഞ്ഞ സ്ഥലം ഏതാണ്? ക്ലൗഡ് ഫാം. ആ അതെവിടെ? അതാ നമ്മള് എല്ലപ്പെട്ടി ബസ് സ്റ്റോപ്പില്ലേ, അവിടെ നിന്ന് പോണം. ട്രക്കിംഗ് പാത്ത് ഉണ്ട് അതിന്റെ മുന്നിൽ. ധ്വനി കോട കോട മഞ്ഞിനോ താഴ്വരയിലോ. ഓക്കെ, ഇനി അടുത്ത സ്ഥലത്ത് നിന്നിട്ട് വീഡിയോ എടുക്കാം. ചെറി ബ്ലോസംസ്